യൂട്യൂബ് ചാനൽ. നമുക്ക് ടിപ്പ് നമ്പർ 1 എന്താണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലെ സ്വിച്ച് ബോർഡിൽ ഇതേപോലെ അഴുക്കും കറയും ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നാണ് ആദ്യം നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സാനിറ്റൈസറാണ്. ഒരു ടിഷ്യൂലേക്ക് കുറച്ച് സാനിറ്റൈസർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ അഴുക്കും കറയും ഒക്കെയുള്ള ഏരിയ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ ആ അഴുക്കൊക്കെ മാറിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്വിച്ച് ബോർഡ് ക്ലീനായി കിട്ടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നതാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 2 എന്താണെന്ന് നോക്കാം. നമ്മൾ വീട്ടിൽ പച്ചക്കറിയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഈസി വേ ആണ്. ഇതേപോലെയുള്ള ബോക്സസൊക്കെ എന്തെങ്കിലും മേടിക്കുമ്പോൾ കാലിയായിട്ടുള്ളത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 2 സൈഡ് ഇതേപോലെ കട്ട് ചെയ്ത് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ കട്ടിംഗ് ബോർഡിൻ്റെ സൈഡിലായിട്ട് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക. ഇത്തിരി വലിയ ബോക്സ് ആണെങ്കിലും നല്ലതായിരിക്കും. എൻ്റെ കയ്യിലിപ്പോൾ ചെറിയ ബോക്സ് ആണുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇത് കട്ടിംഗ് ബോർഡിൻ്റെയും ടൈലിൻ്റെയും സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഉള്ളി, വെളുത്തുള്ളി, സവാള ഒക്കെ പൊളിക്കുമ്പോൾ നമുക്കതിൻ്റെ വേസ്റ്റ് ഈ ഒരു ബോക്സിലേക്ക് നമുക്കിങ്ങനെ ഇടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഉള്ളി പൊളിക്കുന്ന ടൈമിൽ നമുക്ക് ആ കട്ടിംഗ് ബോർഡിൻ്റെ സൈഡിൽ അതിങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഉള്ളിത്തൊലി എല്ലാം നമുക്കതിൽ കളക്ട് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് ഡസ്റ്റ്ബിന്നിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 3 നോക്കിയാലോ. നിങ്ങൾ നാരങ്ങയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അതൊന്ന് സ്ക്വീസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ടോങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പീസ് എടുത്ത് നമുക്ക് ഈ ഒരു ടോങ്ങിൻ്റെ ഇടയ്ക്കോട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഈസി ആയിട്ടൊന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ആ നാരങ്ങയുടെ ഒരു നീര് ഇതേപോലെ പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. ഇതൊരു നല്ല ടിപ്പാണ്. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 4 എന്താണെന്ന് നോക്കിയാലോ. നിങ്ങൾ ബൾക്കായിട്ട് നാരങ്ങയൊക്കെ മേടിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ ചിലപ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ചീത്തയായി പോകാതെ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു ടിപ്പ്. ഓരോ നാരങ്ങ എടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ പേപ്പർ, ഇത് വേണമെന്ന് നിർബന്ധമില്ല, ന്യൂസ് പേപ്പർ ആയാലോ ഈ സാധാ പേപ്പർ ആയാലും മതി. അതെടുത്തിട്ട് ഓരോ നാരങ്ങയും നിങ്ങൾ ഇതേപോലെ നന്നായിട്ട് ആ പേപ്പറിലൊന്ന് ചുറ്റിയെടുക്കുക. അതിനുശേഷം ഈ കാണുന്ന പോലെ എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് പാക്കറ്റിലാക്കിയതിന് ശേഷം അതെല്ലാം ഇതിലേക്ക് നിറച്ച് വെക്കാം. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ ഒരുപാട് നാൾ ഈ ഒരു നാരങ്ങ ചീത്തയാകാതെ ഇരിക്കുന്നതാണ്. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 5 എന്താണെന്ന് നോക്കിയാലോ. നമ്മൾ ഒരുപാട് വീട്ടിൽ ഉപയോഗിക്കുന്ന ഐറ്റംസൊക്കെ ഇങ്ങനെ ബോട്ടിൽസിലൊക്കെ മേടിക്കാറുള്ളതാണല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഉപയോഗത്തിന് എടുക്കുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കുന്നത് ഇത്തിരി ഒരു ടാസ്ക്കാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഈസി മെത്തേഡാണ് പറയാൻ പോകുന്നത്. ചെറിയ പേപ്പേഴ്സ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വിസിബിൾ ആകുന്ന രീതിയിൽ ഒന്ന് അതിലേക്ക് നമ്മുടെ എക്സ്പയറി ഡേറ്റ് എഴുതി കൊടുത്തിട്ട് നമ്മൾ ഏത് ബോട്ടിലാണോ വേണ്ടത് ആ ബോട്ടിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മൾ റാക്കിലോ ഫ്രിഡ്ജിലോ എവിടെയാണെന്ന് വെച്ച് സ്റ്റോർ ചെയ്താൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നതാണ്. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 6 നോക്കിയാലോ. നമ്മൾ എപ്പോഴും ഐറ്റംസൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കത്തിക്ക് മൂർച്ചയില്ലാത്തത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. ആ സമയത്ത് ഓടിപ്പോയി അതിന് മൂർച്ച കൂട്ടുന്നതും ഇത്തിരി പാടല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള കപ്പുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കപ്പിൻ്റെ ഈ ഒരു ബാക്ക് സൈഡ് വെച്ച് ഇതേപോലെ നന്നായിട്ട് മൂർച്ച കൂട്ടി എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. മൂർച്ചയില്ലാത്ത കത്തി നന്നായിട്ട് അതിൻ്റെ മൂർച്ച കൂടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ മൂർച്ച കൂട്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 7 എന്താണെന്ന് നോക്കിയാലോ. മുട്ട പൊട്ടിക്കുന്ന സമയത്തുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് അതിൻ്റെ വൈറ്റ് പാർട്ടും യെല്ലോ പാർട്ടും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഉള്ള കാര്യം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഹോൾസ് ഉള്ള വലിയ സ്പൂണുകളോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻസ് ഉള്ളതോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടിയിൽ വൈറ്റ് പോർഷൻ കളക്ട് ചെയ്യാനായിട്ടൊരു പാത്രം വെച്ചിട്ട് ജസ്റ്റ് 2-3 തവണ ഒന്ന് തട്ടിക്കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്കതിൻ്റെ വൈറ്റ് പോർഷനും യെല്ലോ പോർഷനും ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതേപോലെ ഹോൾസ് ഉള്ളതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അല്ലാത്തൊരു സ്പൂണാണുള്ളെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്കിനി നെക്സ്റ്റ് ടിപ്പ് നമ്പർ 8 എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഇതേപോലെയുള്ള ഇലകളൊക്കെ മേടിക്കാറുണ്ടല്ലോ, മല്ലിയിലയും പുതിനയിലയും ഒക്കെ. പെട്ടെന്ന് തന്നെ ഇത് ചീത്തയായി പോകാറുണ്ട്. നമ്മൾ എത്രയൊക്കെ ഫ്രിഡ്ജിൽ കറക്റ്റായിട്ട് സൂക്ഷിച്ച് വെച്ചാലും ചിലപ്പോൾ പെട്ടെന്ന് ഇത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴത്തെ പോർഷൻ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ എടുത്ത് ഇതേപോലെ ടിഷ്യൂ പേപ്പറിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക.
അതിനുശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നർ എടുക്കുക. അതിലേക്ക് നമുക്കിതൊന്ന് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആ കണ്ടെയ്നർ ഒന്ന് ക്ലോസ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇത് ചീത്തയാവാതെ ഇരിക്കും. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 9 ഒന്ന് നോക്കിയാലോ. നമ്മൾ ചില ഐറ്റംസൊക്കെ വെക്കുന്ന സ്ഥലങ്ങളിൽ ഇതേപോലെ തുരുമ്പിൻ്റെ പാടൊക്കെ ഇങ്ങനെ പിടിക്കാറുണ്ട്. അപ്പോൾ അത് ഈസി ആയിട്ട് എങ്ങനെ കളയാം എന്നാണ് ഇപ്പോൾ നോക്കുന്നത്. ഇതിപ്പം ഫ്ലോറിൽ പറ്റിയ ഒരു പാടാണ്. അവിടെ നമ്മൾ ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുത്തതിന് ശേഷം നല്ലൊരു ക്ലോത്ത് വെച്ച് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ അത് ഇതേപോലത്തെ ചേഞ്ചാണ് വരുന്നത്. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 10 നോക്കാം. നമ്മളെല്ലാവരും ബട്ടർ മേടിക്കുന്നവരാണല്ലോ. അപ്പോൾ ബട്ടർ ചിലപ്പോൾ ഇതേപോലത്തെ പാക്കറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഓരോ ടൈമിലും കട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത് ഇത്തിരി ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഈസി ആയിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബട്ടർ എങ്ങനെ എടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ പറയുന്നത്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പെട്ടെന്ന് തന്നെ അത് ഇതേപോലെ കട്ട് ചെയ്യണം. മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റായി പോവും. അപ്പോൾ കട്ടിയായിട്ടിരിക്കുമ്പോൾ തന്നെ എടുത്തിട്ട് ഗ്ലാസ് കണ്ടെയ്നറിൽ തന്നെ സൂക്ഷിക്കുക. കാരണം ബട്ടറൊക്കെ ഗ്ലാസ് കണ്ടെയ്നറിൽ വേണം നമ്മൾ പ്രോപ്പറായിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 11 എന്താണെന്ന് നോക്കിയാലോ. നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ലൈറ്ററിലൊക്കെ നല്ല അഴുക്കുണ്ടാവും. ഇതേപോലെ അത് ക്ലീൻ ചെയ്തെടുക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനാദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള ലൈസോൾ പോലത്തെ ലിക്വിഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ടിഷ്യൂയിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ ലൈസോളാണ് എടുക്കുന്നത്. അത് നമ്മുടെ ആ ഒരു ലൈറ്ററിലേക്ക് നന്നായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തെടുക്കുമ്പോൾ ശരിക്കും അതിനകത്ത് അഴുക്കൊക്കെ പോയിട്ട് ശരിക്കും ഈ കാണുന്ന പോലെ ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ടിപ്പ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 12 നോക്കിയാലോ. വീഡിയോ കാണുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യാത്ത ഇതേപോലെ കീറിയ സോക്സൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ആ സോക്സിൻ്റെ മുകൾ ഭാഗവും താഴെ ഭാഗവും ഈ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ ഓയിലിൻ്റെ ബോട്ടിലുണ്ടല്ലോ, നമ്മളെപ്പോഴും അത് പിടിക്കുമ്പോൾ അതിനകത്തൊരു വഴുവഴുപ്പ് കാണും. അതില്ലാതാവാൻ വേണ്ടി നമ്മുടെ ആ ഒരു ഉപയോഗമില്ലാത്ത സോക്സ് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഓയിലിൻ്റെ ബോട്ടിൽ കുക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 13 എന്താണെന്ന് നോക്കിയാലോ. നമ്മുടെ വീട്ടിൽ യൂസ് ഇല്ലാത്ത പഴയ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്ത് കളയാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട. ഇനി ഇതേപോലെ ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം പഴയ ഏതെങ്കിലും ടിന്നുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റോ എന്തെങ്കിലും ഒരു കാർട്ടൺ കൊണ്ട് ചെറിയ ബോക്സ് ഉണ്ടാക്കിയതോ എന്തായാലും മതി. അതിലേക്ക് നിങ്ങൾ ഇതേപോലെ ഒന്ന് കളക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ ടിഷ്യൂ എടുത്ത് ഉപയോഗിക്കുന്നത് പോലെ ഓരോന്നെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വീണ്ടും കഴുകി നിങ്ങൾക്ക് റീയൂസ് ചെയ്യാം. Thank you for watching the video. Please like, share, comment and subscribe my channel.